കളങ്കാവൽ പൊട്ടുമോ പൊട്ടുമോ കളങ്കാവൽ. എന്ത് കളങ്കാവല്? കുളങ്കാവല്, കുളം കലക്കല്, കുളത്തിൽ ഇറങ്ങല്, പൊട്ടാൻ വേണ്ടിയിട്ട് ഓരോ പടമെടുത്ത് വെക്കാൻ പോവുകയാണ് ഓരോരുത്തര്. കുളങ്കാവൽ, കുളം 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 വറ്റുമോ എന്ന് വരെയുള്ള ചോദ്യങ്ങളാണ് നീളെ കേൾക്കുന്നത്. നീളെ ഓരോ ബാഡ് കമന്റ്സുകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കളങ്കാവലിനെതിരെ. കളങ്കാവൽ എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങി കഴിഞ്ഞോ കഴിഞ്ഞില്ലയോ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകളും വരുന്നുണ്ട്. മമ്മൂക്ക ചിത്രമാണ് കളങ്കാവൽ. മമ്മൂക്ക ചിത്രത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ഇത്ര നാളായിട്ട് എന്തുകൊണ്ട് സിനിമ പുറത്തു വരുന്നില്ല? ഇനി ഈ പടം ഇറങ്ങരുത് എന്നുള്ള ആഗ്രഹമാണോ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക്? കാരണം ഇറങ്ങിയാൽ പൊട്ടുമല്ലോ, പൊട്ടുന്ന പടം ഇറക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയാണോ എന്നൊക്കെ തരത്തിലുള്ള സംസാരങ്ങൾ ഇങ്ങനെ നീളം ഒഴുകുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. നമ്മൾ തുടർച്ചയായിട്ട് പല സിനിമകളും കാണുന്നുണ്ട്, ഒരുപോലെ ഇരിക്കുന്ന സിനിമകൾ, ഒരേ ടൈപ്പ് പടങ്ങൾ, ഒരേ ടൈപ്പ് കഥകൾ, ഒരേപോലത്തെ കഥാപാത്രങ്ങൾ കണ്ട് ബോറടിയായി മാറി. പക്ഷേ കളങ്കാവൽ മികച്ച ചിത്രമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചുറച്ച് പറയുന്നതിന്റെ കാരണം, കുറുപ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥ വളരെ മികച്ചതായിട്ട് തന്നെ ജിതിൻ കെ ജോസ് ഒരുക്കിയതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കുറ്റാന്വേഷണവും ഒരു സീരിയൽ കില്ലറുടെ കഥ പറയണം എന്നുള്ള ആഗ്രഹം വളരെ കാലമായി ഉണ്ടായതാണ്. അത് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്, അത്തരം സിനിമകൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, മറ്റ് നാടുകളിലുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിനിമയാണ് കളങ്കാവൽ. കാരണം ഈ ചിത്രത്തിന്റെ പ്രത്യേകത തന്നെ മനസ്സിലാക്കൂ. വിമർശിക്കുന്നവർക്ക് എന്തും പറഞ്ഞ് വിമർശിക്കാം. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ മമ്മൂക്ക വില്ലനാണ്. അപ്പൊ വില്ലത്തരത്തിന്റെ ഒരു മേന്മ ഒന്ന് കണ്ടറിയണ്ടേ? എപ്പോഴും നായകനായിട്ട് വന്ന് നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ, നായകൻ വരുന്നു, മീശ വിരിക്കുന്നു, പലരെയും ചവിട്ടുന്നു, കുത്തുന്നു, വീഴ്ത്തുന്നു. അതൊന്നല്ല. സിനിമ ആസ്വദിക്കുന്നവർക്കുണ്ടല്ല, അതൊരു രുചിപ്രദമായിട്ടുള്ള ഭക്ഷണം കഴിച്ചതുപോലെ ഫീൽ ചെയ്യണം. അപ്പൊ അതുപോലത്തെ ഒരു ഭക്ഷണമാണ് കളങ്കാവൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. മമ്മൂക്കയുടെ വില്ലത്തരം അതൊന്ന് കാണേണ്ടതാണ്. കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സൈനൈഡ് മോഹൻ 2003 മുതൽ 2009 വരെ കർണാടകയെ വിറപ്പിച്ച സീരിയൽ കില്ലർ, സൈനൈഡ് കൊടുത്ത് 20ഓളം സ്ത്രീകളെ കൊന്നുകളഞ്ഞ ദുഷ്ടൻ, പരമദുഷ്ടന്റെ കഥാപാത്രമാണ് മമ്മൂക്ക എടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമയിൽ വിനായകൻ സ്വാഭാവികമായിട്ടും നായകനായി മാറുന്നു. അതും നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ വിമർശിക്കുന്നവർക്ക് പലതും പറഞ്ഞ് വിമർശിക്കാം, കളങ്കാവൽ, കുളങ്കാവൽ, മറ്റത് മറിച്ചത്. ഈ കളിയാക്കുന്നവർക്ക് എന്താ, വ്യത്യസ്തമായിട്ടുള്ള പടങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ? അല്ല, അതേപോലുള്ള പടങ്ങളിൽ അവരിഷ്ടപ്പെടുന്ന നായകൻ കടന്നു വരുന്നില്ല എന്നുള്ള സങ്കടമാണ് ഈ വിമർശനത്തിന് പിന്നിൽ. അപ്പൊ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം എൻ്റെ അഭിപ്രായത്തിൽ കിട്ടു സിനിമയായിരിക്കും. മലയാളത്തിന്റെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സിനിമയായിട്ട് തന്നെ മാറും. ബ്രഹ്മാണ്ഡ ചിത്രമാണെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ സിനിമയുടെ മേക്കിങ്ങും കഥയും തിരക്കഥയ്ക്ക് ഒരു നട്ടലുണ്ടാവും. അതാണ് ഈ പടത്തിന്റെ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. പടം വരട്ടെ, ഇത്തിരി സമയം എടുത്താണെങ്കിലും പടം വരട്ടെ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ആ പടം കണ്ട് ആസ്വദിക്കാലോ. ഇപ്പൊ തന്നെ ഒരുപാട് കൊടും ക്രിമിനലുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ അടുത്തായിട്ട് കൂടത്തായി കേട്ടിട്ടില്ലേ? കൂടത്തായി കൊലപാതകം. അതിൽ സൈനൈഡ് കൊടുത്താണ് ജോളി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ ഒട്ടുമിക്കവരെയും കൊന്നിട്ടുള്ളത്. സൈനൈഡ് ഭക്ഷണ പദാർത്ഥത്തിലും വെള്ളത്തിലൊക്കെ കലക്കി കൊടുത്ത് കൊല്ലുകയായിരുന്നു അവരെത്ര സില്ലി ആയിട്ടാണ് അതൊക്കെ ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. റിപ്പർ ചന്ദ്രൻ കേട്ടിട്ടുണ്ടോ? റിപ്പർ ചന്ദ്രൻ കൂട്ടിൻ ക്രിമിനലാണ്. 14ഓളം പേരെ തലക്ക് ചുറ്റിയേക്കും. പിക്കാസിനൊക്കെ അടിച്ചു കൊന്ന കൊടും ഭീകരൻ. അതായത് ഈ വഴിയോരങ്ങളിലൊക്കെ വീട് വെച്ച് താമസിക്കുന്നവരില്ല, റെയിൽവേ സ്റ്റേഷന്റെ ഓരത്ത്, അതുപോലെ റോഡിന്റെ സൈഡിൽ, അങ്ങനെയുള്ള വീടുകളിലൊക്കെ അതിക്രമിച്ച് കയറും. അവിടെയുള്ള സ്ത്രീകളൊക്കെ റേപ്പ് ചെയ്യും. എന്നിട്ട് തലക്കടിച്ച് കൊല്ലും. കിട്ടുന്നത് കയ്യിലെടുത്ത് പോകും. തലക്കടിയേറ്റ് വീണ് കിടക്കുന്ന സ്ത്രീകളെ വരെ റേപ്പ് ചെയ്തിട്ടുണ്ട് ഈ റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. 1985 കാലഘട്ടം മുതലാണ് അദ്ദേഹം കൊലപാതകം തുടങ്ങിയത്. അത് 86 അവസാനിച്ചു ആ കൊലപാതക പരമ്പര. എന്നിട്ടും അദ്ദേഹം ആ ഒരു വർഷത്തിന്റെ കാലയളവുകളിൽ 14ഓളം കൊലപാതകങ്ങൾ നടത്തി. അതിൽ തെളിയാത്ത കൊലപാതകങ്ങൾ വേറെയുമുണ്ട്. ആലോചിച്ച് നോക്കി. അപ്പൊ അയാളൊരു കൂട്ടും ഭീകരനല്ലേ. പിന്നെ ഒരു പുള്ളിയുണ്ട്, റിപ്പർ ജയാനന്ദൻ. അതും 7ഓളം കൊലപാതകങ്ങൾ അയാളുടെ പക്കലുണ്ട്. അയാൾ ഇതേപോലെ തന്നെയാണ്. കൈ കിട്ടുന്നത് വെച്ചാൽ അടിച്ചു വീഴ്ത്തുന്ന ഒരു പ്രകൃതി വരും. പിന്നെ ഒരു കൊടും ഭീകരനുണ്ട്. കർണാടകയിലൊക്കെ പോയാണ് ആ പുള്ളിക്കാരൻ ഈ അടവും എല്ലാം പഠിച്ചത്. ഇപ്പൊ കർണാടകയാണ് കൊടും ഭീകരന്മാരുടെ ഒരു ഏരിയ എന്ന് പറയണം. കേട്ടിട്ടുണ്ടാവും, സൈക്കോ ശങ്കർ എന്ന് പറയും. സൈക്കോ ശങ്കർ അങ്ങേരിങ്ങനെയായിരുന്നു. അയാൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ലൈംഗികമായിട്ടൊരു അക്രമവാസന കൂടുതലുള്ള ഒരു കൊടും ഭീകരനായിരുന്നു. സ്ത്രീകളെ കടന്നു പിടിക്കുക, റേപ്പ് ചെയ്യുക, കൊന്നുകളയുക, എന്നിട്ട് കൈ എടുത്തിട്ട് പോവുക. കുട്ടികളെയും സ്ത്രീകളെയൊക്കെ അയാൾ കൊന്നിട്ടുണ്ട്.
ആളില്ലാത്ത, അതായത് ആണുങ്ങളില്ലാത്ത വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുക, ആ സ്ത്രീകളെ കടന്നു പിടിക്കുക, റേപ്പ് ചെയ്യുക, അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യുക, എന്നിട്ട് കൊന്നു കളയുക, എന്നിട്ട് അവരുടെ മാലയോ പൈസയൊക്കെ എടുത്ത് പോവുക. അയാളും ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ നാട് വിട്ടു പോയ സമയത്ത്, അച്ഛൻ മരിച്ച ശേഷം നാട് വിട്ടുപോയി 14 വയസ്സിൽ. പുള്ളിക്കാരൻ ഇതേപോലെ കർണാടകയിൽ ചെന്നിട്ട് അവിടെ ഉള്ള കൊടും ഭീകരന്മാരുടെ കൂടെയൊക്കെ കൂടി കുറെ പൈസയൊക്കെ ഉണ്ടാക്കി. പൈസ ഉണ്ടാക്കണത് എങ്ങനെ? ആളുകളെ കൊല്ലുക, എന്നിട്ട് അവരുടെ എന്തെങ്കിലുമൊക്കെ കവർന്നെടുക്കുക, നാട്ടിൽ വരിക. അപ്പൊ നാട്ടിൽ വരുമ്പോൾ നാട്ടിലുള്ളവർ ചിന്തിക്കുന്നത് ഈ ചന്ദ്രന് കർണാടകയിൽ എന്തോ ബിസിനസ് ആണെന്നാണ്. കർണാടകയാണ് ഇവരുടെയൊക്കെ തട്ടകം. ഈ സൈക്കോ ശങ്കറും ഇതേപോലെ തന്നെയായിരുന്നു. തമിഴ്നാട്ടുകാരനാണ് അങ്ങേര് കർണാടകയിൽ പോകും. കർണാടകയിൽ ചെന്നിട്ട് അവിടെയുള്ള സകല ഏരിയകളും ഇതുപോലെ ആക്രമിച്ച് കൈക്കലാക്കി സ്വത്തും പണമൊക്കെ ആയിട്ട് പുള്ളി അടിച്ചു പൊളിച്ച് ജീവിക്കുക. എന്നാലോചിച്ച് നോക്കി, 2018 ഈ സൈക്കോ ശങ്കർ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ ചേർത്ത് പറയാൻ കാരണം, അയാൾ അതുപോലെയാണ് അയാൾ ജീവിതം ഇല്ലാതാക്കിയത്. ഒരു ബ്ലേഡ് വെച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ വരഞ്ഞാണ് അയാൾ മരിച്ചത്. ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. കാരണം അതുപോലെ ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന സ്ത്രീയെ കടന്നു പിടിച്ച് റേപ്പ് ചെയ്യുകയും അത് ചോദിക്കാൻ വന്ന അവരുടെ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തുകയും അവരുടെ കുട്ടിയെ കൊന്നുകളയുകയൊക്കെ ചെയ്തിട്ടുള്ള ദുഷ്ടനാണ് ഈ സൈക്കോ ശങ്കർ. ഇയാളുടെ പേരിൽ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരിടയ്ക്ക്. അത്ര കൊടുംഭീകരൻ. 1991 റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയത്. കേരളത്തിൽ അവസാനമായിട്ട് തൂക്കിലേറ്റിയ വ്യക്തിയാണ് റിപ്പർ ചന്ദ്രൻ. അപ്പൊ അങ്ങനെയുള്ള സീരിയൽ കില്ലർമാര് നമ്മുടെ നാട്ടിലും വിദേശ നാടുകളിലൊക്കെ നിറയുണ്ട്. അപ്പൊ അവരുടെ അങ്ങനെയുള്ള ആളുകളെ പറ്റിയുള്ള കഥകള് സിനിമയാക്കപ്പെടുമ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞ പരിശുദ്ധനായിട്ടുള്ള ഒരാളൊന്നല്ല. അയാൾ ഇങ്ങനെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ പറ്റിച്ച് സൈനൈഡ് കൊടുത്ത് കൊന്നതിന് ശേഷം അവരുടെ കയ്യിലുള്ളതൊക്കെ കവർന്നെടുത്ത് നൈസായിട്ട് മുങ്ങും. ഇയാളെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, ഒരു കാലത്തും കണ്ടുപിടിക്കപ്പെടുകയും ഇല്ലായിരുന്നു എന്നുള്ളൊരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ കണ്ടെത്തി, അങ്ങനെ പിടിക്കായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് തെളിവുകൾ ഇല്ലാത്ത കാരണത്താലാണ് ഇയാൾക്ക് വധശിക്ഷ ഇല്ലാതെ പോയത്. ഇപ്പൊ ഇയാൾ ജീവപര്യന്തമായിട്ട് ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കുകയാണ്. അപ്പൊ ഈ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞാൽ ഈ പരമ ചെറ്റ, അങ്ങനെ പറയാം, അങ്ങനെ ഉള്ള ഈ സീരിയൽ കില്ലറുടെ വേഷത്തിലാണ് മമ്മൂക്ക വരുന്നത്. പക്ഷെ മമ്മൂക്ക അത് വെള്ളിത്തിരയിൽ കൊണ്ടുവന്ന് പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്ക് മികവ് ഏറെ കിട്ടുമെന്ന് ഉള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ പുറമെ ഇരുന്ന് പറയുന്നവർക്ക് പലതും പറയാം. കുളങ്കാവലാണോ, മറ്റാ കാവലാണോ, മറച്ച കാവലാണോ, പടം കിട്ടുമായിരിക്കുള്ളൂ. മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തത ശ്രദ്ധിച്ചിട്ടില്ലേ? പരീക്ഷണമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം എടുത്ത് ചെയ്യുന്നത്. പണ്ട് മുതലും ഇപ്പോഴും ഉള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു വ്യത്യസ്തതയാണ്. അദ്ദേഹം ഓരോ സിനിമകളിലും വ്യത്യസ്തത തേടിയാണ് പോകുന്നത്. അല്ലാതെ സ്ഥിരം കാണുന്ന ടൈപ്പ് തന്നെ ഈ മാടമ്പി സ്വഭാവമുള്ള സിനിമകൾ കയറി അഭിനയിക്കുക. ഈ അടുത്തിറങ്ങിയ മമ്മൂക്കയുടെ ചിത്രങ്ങൾ വരെ എടുത്തു നോക്കൂ. ഒരു പടത്തിൽ നിന്ന് അടുത്ത പടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ പടത്തിൽ കണ്ട അതേ കഥാപാത്രം ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ആവർത്തന വിരസത ഒഴിവാക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന മെഗാ സ്റ്റാർ എന്നുള്ള വിളിപ്പേരിന് അർഹമായിട്ടുള്ള നടൻ തന്നെയാണ് മമ്മൂക്ക. അതിൽ നമുക്ക് അല്ല, ഇല്ല, ഉവ്വ, ഹിയ എന്നൊക്കെ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും അത് തീർത്തും മാറ്റിവെച്ചിട്ട് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം വ്യത്യസ്ത കഥാപാത്രങ്ങളെ തൻ്റെ സിനിമകളിൽ ഉൾപ്പെടുത്താനായിട്ട് പൂർണ്ണമായിട്ടും മനസ്സർപ്പിക്കുന്നൊരു കലാകാരനാണ്. 74 വയസ്സെന്ന് പറഞ്ഞ ചില്ലറ വയസ്സല്ല. ആ വയസ്സിനിടയിൽ അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിനെ കുറെ നാളായിട്ട് കാണുന്നില്ല, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുന്നവരുണ്ട്. അദ്ദേഹം ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ, പതുക്കെ കടന്നു വരട്ടെ. അദ്ദേഹം ഇതിലും മേന്മയോടുകൂടി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള സിനിമകളായിട്ടും അരങ്ങിലിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട് നമുക്കൊന്ന് അതിശയിക്കേണ്ട, അമ്പരക്കണ്ടേ? അല്ലാണ്ട് അങ്ങേരെ ചുമ്മാ പുറത്തു കണ്ടില്ല, അവിടെ കണ്ടില്ല, ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നവർക്ക് ഒച്ച വെക്കാനേ കഴിയും. ഈ ചിത്രത്തില് സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമാണ് മമ്മൂക്ക ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ മമ്മൂക്കക്ക് പല പേരുകളുണ്ട് ഈ ചിത്രത്തിൽ. ഭാസ്കർ, ആനന്ദ, ഭാസ്കർ, അങ്ങനെ മറ്റ് പല പേരുകളുണ്ട് കേട്ടോ. അത് വ്യത്യസ്തമായിട്ട് അതെന്താന്ന് വെച്ചാൽ പല സ്ത്രീകളെയും പല സാഹചര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ പറഞ്ഞ് അവരായിട്ട് അടുത്ത് ഇടപഴകുകയും അവരുടെ മനസ്സ് പിടിച്ചു വാങ്ങുകയും അവരോട് ഉള്ളിൽ അവരോട് ഇല്ലാത്ത പ്രേമം നടിച്ച് പ്രേമമുണ്ടെന്ന് കാണിക്കുകയും അവരെ കൂട്ടിക്കൊണ്ട് പലയിടത്തേക്ക് പോവുകയും അങ്ങനെ എവിടെയെങ്കിലൊക്കെ വെച്ച് അവരുടെ കന്യത്വം കവർന്നെടുക്കുകയും ചെയ്യുന്ന ദുഷ്ടനായിരുന്നു സൈനൈഡ് മോഹൻ. എന്നിട്ട് പതുക്കെ സൈനൈഡ് ഗുളിക കൊടുക്കുന്നു, കൊന്നുകളയുന്നു. അവരുടെ സ്വത്തുക്കളും അതായത് പൈസ കാര്യങ്ങളൊക്കെ എടുത്ത് മുങ്ങുന്നു, പോകുന്നു. ഇതാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ നിയമത്തിലെ ഈ സൈനൈഡ് മോഹനൊക്കെ എത്ര വാദിച്ചാലും ഒരിക്കലും അദ്ദേഹത്തിന് ജീവപര്യന്തമൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
ഷട്കോ എന്ന് പറഞ്ഞ് കൊന്നു കളയണം. എന്തിനെങ്ങനെ ഇട്ടേക്കുന്നത്? അയാള് 20ഓളം സ്ത്രീകളെ കൂടുതൽ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും തെളിവില്ലാത്ത കാരണം അതൊന്നും ഇപ്പോഴും ഒരു കേസായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ കാണാതായ സ്ത്രീകളുടെ എണ്ണം എടുത്ത് ഒരുപാട് ഉണ്ടാവുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അയാളൊന്നും ഈ തീറ്റിപ്പോറ്റേണ്ട ഒരു കാര്യമില്ല, തട്ടിക്കളയണം. എന്തിനാണത്? അപ്പൊ അങ്ങനെയുള്ള കൊടൂര സൈക്കോയുടെ കഥയാണ് കടങ്കാവലിലൂടെ നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പൊ കുളമായാലും കുളം കലക്കലായാലും കളിയാക്കുന്നവർക്ക് പലതും പറഞ്ഞ് കളിയാക്കാം. പക്ഷെ കളങ്കാവല് വരുമ്പോൾ കത്തും 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 കത്തും. ഓക്കെ, ടാറ്റാ ബൈ ബൈ.